ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് സൂക്ഷ്മമായി നമ്മൾ നോക്കുന്ന ഒരു സമയമാണിത്. ഇതിനെ തപസ് കാലം എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മുടെ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ തപസ് എന്ന വാക്കിൻ്റെ അർത്ഥം, ആ തപസ്സിൻ്റെ ചൂട് ഒക്കെ നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നുന്നു. നമ്മൾ പുരാണങ്ങളിൽ വായിക്കാറുള്ളത് ഋഷിമാർ നീണ്ട സംവത്സരങ്ങൾ തപസ് ചെയ്ത് വലിയ സിദ്ധികളിലേക്ക് ഉണരുന്നതൊക്കെയാണ്. പക്ഷേ നമുക്ക് ആ തപസ്സെന്ന വാക്ക് അത്ര ഗൗരവമില്ലാത്തതായി. നമ്മളും ആ തപസ്സിൻ്റെ ചൂടിലേക്കൊന്ന് മടങ്ങി വരേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു. ക്രിസ്തു തപസ്സിനെ കണ്ടത് മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങളിലാണ്. ഉള്ളിലെ സാധ്യതകൾ തിരിച്ചറിയാൻ മരുഭൂമിയിൽ ദൈവസന്നിധിയിൽ അർപ്പിച്ച ദിവസങ്ങൾ. ആ തപസ്സിലൂടെ ക്രിസ്തു തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന, പക്ഷേ ഉടലിലൂടെ ഒഴുകാതെ മാറി നിന്ന സാധ്യതകൾ കണ്ടെത്തി. ആ മരുഭൂമിയിലെ തപസ്സിൽ നിന്നും പുറത്തേക്ക് വന്ന ക്രിസ്തു പറഞ്ഞത് സിനഗോഗിൽ വെച്ച്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. തപസ്സിൻ്റെ ചൂടിൽ നിന്നും ജീവിതത്തിൻ്റെ കർമ്മപദങ്ങളിലേക്ക് ക്രിസ്തു ഇറങ്ങുകയാണ്. നമ്മളും കണ്ടെത്തേണ്ടതുണ്ട് ഉടലിൽ തെളിയുന്ന ആത്മാവിനെ. അതിന് നമ്മൾ അർപ്പിക്കേണ്ട ജീവിതത്തെക്കുറിച്ചാണ് ഈ തപസ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. ഈശോ തന്നെ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും മറഞ്ഞു കിടക്കുന്ന ഒരു ജലാശയമുണ്ട്. അതിനു മീതെ മണ്ണ് മൂടിയ ഒരു ജലാശയം. ഇത് ഉറവ പൊട്ടണം. അതിന് നമ്മുടെ ജീവിതം അർപ്പിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ തപസ് ചെയ്യണം. ഈ തപസ്സാണ് നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം ഉടലിലൂടെ ഒഴുക്കുന്ന തപസ്. ഈ തപസ് അനുഷ്ഠിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തിലാണ് താബോർ മലയിൽ പ്രാർത്ഥനയിൽ അവൻ്റെ വസ്ത്രങ്ങൾ പോലും സൂര്യനെപ്പോലെ പ്രകാശിച്ചത്. ഉള്ളിലെ വെട്ടം ഉടലിലൂടെ വസ്ത്രങ്ങളിലേക്ക് പോലും ഒഴുകി. ആ വസ്ത്ര വിളിമ്പിലൊന്ന് തൊട്ടപ്പോൾ ഒരു രോഗി സുഖപ്പെട്ടു. ഇതിന് നിശ്ചയമായും ഒരു തപസ് ആവശ്യമല്ലേ? ഒടുവിൽ അത്താഴവേളയിൽ അപ്പമെടുത്തുയർത്തി ഈശോ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. അപ്പോൾ ഉള്ളിലെ ആത്മാവിനെ ഉടലാക്കി മാറ്റുന്നതാണ് തപസ്. അതിൻ്റെ ഗൗരവം നമ്മൾ കുറച്ച് കളയണ്ട. അതിൻ്റെ തീവ്രതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തപസ്സിൻ്റെ ചൂടിൽ നമ്മളിലെ പാപമുരുകുകയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കൃപകൾ ജ്വലിക്കുകയും ചെയ്യട്ടെ. സ്നേഹപൂർവ്വം.